ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ഏറ്റവും വലിയ സുരക്ഷിതത്വം നൽകേണ്ടത് ആരാണ്? ചോരയും നീരും നൽകി വളർത്തുന്ന അമ്മയും കാവലായി നിൽക്കേണ്ട അച്ഛനും. എന്നാൽ കാവലാകേണ്ട അച്ഛൻ നേരത്തെ പടിയിറങ്ങി പോവുകയും സംരക്ഷിക്കേണ്ട അമ്മ തൻ്റെ കുഞ്ഞിനെ ഒരു ക്രൂരൻ്റെ കൈകളിൽ തനിച്ചാക്കി പോവുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞു ജീവൻ അനുഭവിക്കുന്ന നരകയാതനകൾക്ക് ഈ ഭൂമിയിൽ വാക്കുകളില്ല. മനുഷ്യ മനസ്സിൻ്റെ ക്രൂരതയ്ക്കിരയായി മാറിയ ഒരു 1.5 വയസ്സുകാരൻ്റെ നോവുന്ന ഓർമ്മകളിലേക്ക് ദ മിസ്റ്ററി ഫയൽസിലൂടെ നമുക്കൊന്ന് പോകാം. അച്ഛാ, ഞാനും അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അച്ഛൻ എന്നെ തനിച്ചാക്കി ദൂരെ പോയ അന്നു മുതൽ ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും വേദനിക്കുന്നില്ല. നടുക്കുന്ന ആ ഇരുണ്ട മുറിയുമില്ല. എന്നെ നോക്കി ആക്രോശിക്കുന്ന വലിയ ശബ്ദങ്ങളുമില്ല. ഇവിടെ നല്ല വെളിച്ചമാണ്. അച്ഛൻ്റെ ഈ മടിയിലിരിക്കുമ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. എങ്കിലും എനിക്കൊന്നു മാത്രം മനസ്സിലാകുന്നില്ല. ഞാൻ എന്തിനാണ് അങ്ങോട്ട് വന്നത്? എന്തിനാണ് ഇത്ര പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്? അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എന്നെ എത്രമാത്രം സ്നേഹിച്ചതാണല്ലേ. എനിക്കൊന്നു മാത്രം ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കൈകളിൽ ഇരിക്കുമ്പോൾ എനിക്കൊന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എന്നാൽ അച്ഛൻ പോയതിനു ശേഷം എൻ്റെ കുഞ്ഞു ലോകം മുഴുവൻ ഇരുട്ടിലായി അച്ഛാ. അച്ഛൻ പോയതിനു ശേഷം എൻ്റെ അടുത്തേക്ക് ഒരു പുതിയ മനുഷ്യൻ വന്നു. അമ്മ അയാളെ മാമ എന്നാണ് വിളിക്കാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ കുഞ്ഞു മനസ്സിന് അയാളെ കാണുമ്പോൾ തന്നെ വലിയ പേടിയായിരുന്നു. അയാൾ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഭയന്ന് വിറച്ച് കട്ടിലിൻ്റെ മൂലയിലേക്ക് ഒളിക്കുമായിരുന്നു. നടക്കാൻ പോലും പ്രായമാകാത്ത എന്നെ ആ വലിയ കൈകൾ കൊണ്ട് എടുത്ത് നിലത്തേക്കെറിയുമ്പോൾ എൻ്റെ കുഞ്ഞു നെഞ്ച് തകർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു. വിശന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഞാൻ കരയുമ്പോൾ ആഹാരം തരുന്നതിന് പകരം അയാൾ എൻ്റെ കുഞ്ഞു കൈകാലുകളിൽ കഠിനമായി തല്ലി. വേദന കൊണ്ട് ഞാൻ ഉറക്കെ കരയുമ്പോൾ ആ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ അയാൾ തൻ്റെ വലിയ കൈകൾ കൊണ്ട് എൻ്റെ വായയും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ വായുവിന് വേണ്ടി ഞാൻ പിടയുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എന്നെ തല്ലരുതേ, എനിക്കൊരുപാട് വേദനിക്കുന്നു എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. എൻ്റെ കണ്ണീര് കണ്ടിട്ടും ആ മനുഷ്യനൊരല്പം പോലും ദയ തോന്നിയില്ലല്ലോ. അത് ഒരു ദിവസത്തെ മാത്രം വേദനയായിരുന്നില്ല. ദിവസങ്ങളോളം, ആഴ്ചകളോളം ആ അടച്ചിട്ട മുറിക്കുള്ളിൽ ഞാൻ ആ ക്രൂരതകൾ മുഴുവൻ അനുഭവിച്ചു. എൻ്റെ ശരീരത്തിൽ ഒരു പുതിയ മുറിവുണ്ടാകുമ്പോൾ പഴയ മുറിവിലെ ചോര പോലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ എൻ്റെ ശരീരം മുഴുവൻ നീറുന്ന വേദനയുമായി ഞാൻ കിടന്ന ഒരു ദിവസമാണ് എന്നെ ആ മുറിയിൽ തനിച്ചാക്കി അമ്മ പുറത്തുപോയത്. അമ്മ അരികിലില്ലാത്ത ആ നിമിഷം നോക്കി അയാൾ തൻ്റെ ക്രൂരതയുടെ അവസാന ആണി എന്നിലടിച്ചു. എന്നെ രക്ഷിക്കാനോ ഓടി വന്ന് നെഞ്ചോട് ചേർക്കാനോ അമ്മയില്ലാത്ത ആ ഇരുട്ടറയിൽ വെച്ച് അയാൾ എന്നെ അതിക്രൂരമായി ഉപദ്രവിച്ചു. ശ്വാസം മുട്ടി ജീവനായി ഞാൻ പിടയുമ്പോൾ എൻ്റെ കുഞ്ഞു വിരലുകൾ വായുവിൽ അമ്മയുടെ സാരിത്തുമ്പിൽ തിരയുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാൻ കൊതിച്ച അമ്മയുടെ മുഖം അവസാനമായി പോലും കാണാനാകാതെ കഠിനമായ ആ വേദനയുടെ ഒടുവിൽ എൻ്റെ ശ്വാസം എന്നേക്കുമായി നിലച്ചു. സ്വന്തം ചോരയെ ഇങ്ങനെയൊരു ക്രൂരൻ്റെ കൈകളിൽ തനിച്ചാക്കി പോകാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ അമ്മയോട് ചെയ്തത്? ഞാൻ അത്രക്ക് വലിയ ശല്യമായിരുന്നോ അമ്മയ്ക്ക്? ഭൂമിയിലെ മനുഷ്യരാരും ആ നിലവിളി കേട്ടില്ലായിരിക്കാം. അവന് കാവലാകാൻ ആരും വന്നിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് അവൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സന്നിധിയിലാണ്. സ്വർഗത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് യാതൊരു വേദനയും അറിയാതെ, ഒരു കുറവുമില്ലാതെ ഒരു കുഞ്ഞു മാലാകയായി അവൻ അത്യന്തം സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. ഭൂമിയിൽ അവന് നഷ്ടപ്പെട്ട എല്ലാ സ്നേഹവും ലാളനയും സന്തോഷവും ഇന്ന് ദൈവത്തിൻ്റെ ആ തിരുമുമ്പിൽ അവന് കൂട്ടായുണ്ട്. അവനെ വേദനിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഇനി ആർക്കും കഴിയില്ല. അവനവിടെ പൂർണ്ണ സുഖത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മളെയെല്ലാം നോക്കുന്നുണ്ടാവും. ഏതൊരു കുഞ്ഞിനു നേരെയും ഇത്തരം ക്രൂരതകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം അനുഭവമായി തന്നെയാണ് കാണേണ്ടത്. സ്വന്തം കുഞ്ഞിനെപ്പോലെ ഓരോ പിഞ്ചോമനകളെയും കാണുന്ന ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചു തകർക്കുന്ന ഒന്നാണിത്. ഇത്രയേറെ നരകയാതനകൾ ആ കുഞ്ഞു ശരീരം അനുഭവിച്ചിട്ടും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഈ സമൂഹത്തിന് എന്ത് മനുഷ്യത്വമാണ് അവകാശപ്പെടാനുള്ളത്? താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയും അന്ധമായ വഴിവിട്ട ബന്ധങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ചോരയെ ഇങ്ങനെയുള്ള ക്രൂരന്മാർക്ക് മുന്നിൽ തനിച്ചാക്കി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഇതേ സമൂഹത്തിലാണ്. നിയമങ്ങൾക്കും ശിക്ഷകൾക്കും അപ്പുറം ചുറ്റുമുള്ളവരുടെ ജാഗ്രത മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നമ്മൾ കാണാതെ പോകുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നുണ്ടാകാം. അവരിലേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടാൻ നമുക്ക് കഴിയണം. ഇനി ഒരു കുഞ്ഞിനും ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ. മനുഷ്യ മനസ്സിലെ ഇത്തരം നിരുണ്ട സത്യങ്ങളും നിഗൂഢതകളും ചർച്ച ചെയ്യുന്ന മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തോദ്ദീപകമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദ മിസ്റ്ററി ഫയൽസ് എന്ന ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്